ഓക്കെ വെച്ചപ്പോൾ അങ്ങനെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ ട്രിപ്പ് എല്ലാം കുറയാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൈവറ്റ് ബസ് എടുത്തു. അത് കാണിച്ചു തരാം. ഓക്കെ, അത് പ്രൈവറ്റ് ബസ് എടുത്തു. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് പരീക്ഷ സമയങ്ങളിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ പുറകെ കിടക്കുന്ന നമ്മളെ വണ്ടി. നമ്മളിവിടെയാണ് നമ്മുടെ ബസ് ഇടുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ്. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വില കിട്ടിയപ്പോൾ നേരെ നമ്മളിങ്ങനെ എടുത്തു. ഒന്നും നോക്കിയില്ല, നമ്മളിങ്ങനെ എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടൂറിസ്റ്റ് ബസ് ഓടി മടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി എടുത്തു. ഈ ഹൈവേ ആണ് നമുക്ക് നേരെ പിടിച്ച് പോകേണ്ടത്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പമ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ആൾക്കാർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ ബസ് ഉണ്ടായിരുന്ന സ്റ്റാഫിനെ ഒന്നും നമ്മൾ പിരിച്ചു വിട്ടില്ല. അവരൊക്കെ തന്നെ ഉണ്ട് ഇപ്പോഴും നമ്മളെ വണ്ടിയിൽ തന്നെ. പിന്നെ ഇന്ന് ഡ്രൈവർ ഇല്ല, അതുകൊണ്ട് നമ്മളാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, പിന്നെ ചെറിയൊരു ബസ് ട്രിപ്പ് നോക്കാൻ കഴിയും. നമുക്കൊന്ന് പ്രൈവറ്റ് ബസ്സിൻ്റെ ഇന്നത്തെ റൂട്ട് വിശേഷങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒക്കെ പോകാം ഗൈസ്. വെച്ചപ്പോൾ നമ്മൾ ഈ പോകുന്ന നമ്മളിപ്പോൾ വണ്ടി വിടുന്നിടത്ത് ഇപ്പോൾ കാണിച്ചു ആ റൂട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കയറ്റം കയറിയൊക്കെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത് ഒരു എന്താ പറയുക വിസിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാമല്ലോ. ആ മലയുടെ മണ്ടയ്ക്ക് നിന്ന് നമ്മൾ ഈ സിറ്റി ഫുൾ കാണാം. അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഈ വണ്ടി പോകുന്നത്. അങ്ങനെ കയറി ബസ് സ്റ്റാൻഡിൽ പോയി ആളെ എടുത്ത് നമ്മൾ ഈ വഴി തന്നെ തിരിച്ച് വരും. നമ്മൾ ഈ കിടക്കുന്ന ഈ വഴി കൂടെ ഇങ്ങനെ ഈ വളവ് തിരിഞ്ഞ് കയറിപ്പോയി ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ പോയി വനമാണെന്നൊക്കെ പറയാം, റൂട്ടൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് നൈസിന് വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഒക്കെ നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. ആൾക്കാരൊക്കെ കയറുന്നതിന് കുറച്ച് നമ്മൾ എന്നാലും ആൾക്കാരൊക്കെ കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കാം. ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്റ്റിയറിംഗ് ആണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി സ്റ്റിയറിംഗ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏറ്റവും കൂടുതൽ ആർക്കൊക്കെ ഏതൊക്കെ സ്റ്റിയറിംഗ് ഇഷ്ടമുള്ളതെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, വണ്ടി എടുക്കുകയാണ് ഗൈസിന് വരുന്നത്. ഓട്ടോമാറ്റിക് മലയാളം വണ്ടി പാട്ടൊക്കെ ഇട്ട് ചെറിയിട്ട് ഓണാക്കി ടെക്നോളജി നമ്മൾ വന്നിട്ട് പമ്പിലൂടെ എത്തിരിക്കുകയാണ്. പമ്പിലിടുന്ന ആൾക്കാരെ കയറ്റാൻ വേണ്ടി നമ്മൾ ഒതുക്കുകയാണ്. അപ്പോൾ നമ്മളെന്നാൽ ആൾക്കാരെ കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൾക്കാരെല്ലാം കയറി തുടങ്ങി. ഗൈസ്, നമുക്ക് ഇപ്പം നമ്മുടെ അതിലുള്ള വണ്ടിയാണ്, നമ്മൾ പോകുന്ന റൂട്ടുള്ള വണ്ടിയാണ്. വീട്ടിൽ ഫ്രണ്ടിൽ വേണം നമുക്ക് കയറിക്കാൻ. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും കയറി നോക്കാം. നമുക്ക് വണ്ടി എടുത്തേക്കാം എന്നാൽ പറഞ്ഞ് വണ്ടി എടുത്തോളാം. ഓക്കെ, നമുക്കൊന്ന് വെച്ചടിക്കാം. ഇച്ചിരി റിസ്ക് എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ നമ്മളെ റൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ ഫ്രണ്ടിൽ പോകണം. എന്നാലേ നമുക്ക് ആളെ കിട്ടത്തില്ല. അങ്ങനെ സംഭവം ഉള്ളതുകൊണ്ട് ഭയങ്കര നമുക്ക് റിസ്ക് ആളുകളുള്ളതുകൊണ്ട് പറഞ്ഞിട്ടുള്ള സിഗ്നൽ വീണപ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ വീണായി അല്ലെങ്കിൽ തുടങ്ങി. ഓക്കെ, നമുക്ക് നീ വണ്ടി എടുക്കാം. നമ്മളത് റൂട്ടാക്കി പോകാൻ പറ്റും. ഓക്കെ, നമ്മളെ റൂട്ട് തന്നെയാവൻ. അപ്പോൾ നമുക്കെന്നാ ഓക്കെ, നമ്മളെ വരുന്ന കണ്ടപ്പോൾ വണ്ടി വെച്ച് എത്തിച്ചിട്ടുണ്ട്. നമ്മളും വെച്ച് എത്തിക്കാനാണ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡ് ചെല്ലണമെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ വളവും കൂടെ നമുക്ക് ഈ വളവിനാണ് പിടിക്കാം. ഓക്കെ, അപ്പോൾ ശ്രമിക്കുന്നുണ്ട് കയറാൻ. ഓക്കെ, വണ്ടി കിടക്കണം. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസിന് വണ്ടി വലുതിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കങ്ങനെ പോകുന്ന ഈ സമയം നമുക്ക് വെച്ചെത്തിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഒരുപാട് ദൂരം ഓടി ഇങ്ങെത്തി നമ്മളെ പുറകിലായിട്ട്. ഓക്കെ നമുക്ക് സ്പീഡ് പോക്കറ്റിൽ ആളിറങ്ങാൻ. ഓക്കെ, എന്തായാലും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ആളിറങ്ങി കിട്ടിയാണ് മീറ്ററും പറഞ്ഞ വണ്ടി. ഓക്കെ, നമ്മൾ അങ്ങനെ വണ്ടി എടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ചവിട്ടേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ സീനറി കാണാനുള്ള സ്ഥലത്തോട്ടുള്ള വഴി. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി അകത്ത് കൊണ്ട് കയറ്റി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോവാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത്. ഓക്കെ, മറ്റേ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടി വണ്ടി ആളെ എന്നാണ് പെട്ടെന്ന് ഇറക്കും, പെട്ടെന്ന് പെട്ടെന്ന് പോയി ആൾക്കാരങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കണം. ഓക്കെ, ആൾക്കാരങ്ങനെ ഓക്കെ നമ്മളങ്ങനെ വണ്ടി എടുത്തിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പോകാം. നോക്കുന്നില്ല, നമ്മളൊന്നും വെച്ച് എത്തിക്കാൻ ഇറക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ചുകൂടെ താഴ്ച ഇറങ്ങിയാൽ നമ്മൾ സ്ഥലത്തോട്ട് എത്തത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കയറി വന്ന റൂട്ടിലോട്ട് ഈ സൈഡ് ഇവിടെ ഇതിൽ ഈ നമ്മൾ ഈ വന്ന റൂട്ട് വഴി മേലോട്ട് ടെമ്പിൾസ് ആൻറ്റിക്സൊക്കെ വന്ന് ഇവിടെ ഒരു പുരാവസ്തു വന്ന് അവിടെ കാണാനൊക്കെ ഉണ്ട്. അതിൻ്റെ ബോർഡൊക്കെ വണ്ടിക്ക് ഗോൾഡ് നമ്മൾ വേണ്ടി നമ്മുടെ വണ്ടിയിൽ റെഡിയാണ്. വണ്ടി വീഡിയോ വരുന്നതായിരിക്കും സമയത്ത്. അപ്പോൾ അതൊന്ന് വെച്ച് ഓ ഗായ്സ്, പേടിച്ച് വണ്ടി കയറിയിരുന്നു. നമുക്ക് ഇവനെ വെച്ചിരിക്കാം, നമുക്ക് വെച്ചിരിക്കാം. നമ്മൾ ഇറക്കാൻ നോക്കിയത് നമ്പി വയറിരിപ്പൂ വയറിൽ കത്തും തീരിപ്പൂ തീ നമ്പി ഉയരിപ്പൂ ആഹിപ്പൂ ആശിപ്പൂ ആരോടാ യാചിപ്പൂ അപ്പോൾ ഹാപ്പി വൈഫ്.
ഓക്കെ വെച്ചാൽ ഇത്രയും നമ്മൾ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് വീഡിയോയിൽ നമ്മൾ അടിപൊളി സ്ഥലങ്ങൾ കട്ട് ചെയ്യാതെ വെക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടത് വെള്ളച്ചാട്ടം ഉണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിക്കാനെങ്കിൽ വന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കത്തിച്ച് വന്നു, നമ്മൾ സമയം പോയിട്ട് തന്നെ കത്തിച്ച് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്ലോയിൽ തന്നെ കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ടൂറ് വരുന്നുണ്ട്, ഈ റൂട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് തന്നെ പമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ പമ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പമ്പും ഉണ്ട്, നമുക്ക് കാറ്റും സൗകര്യം എല്ലാം സെറ്റപ്പ് കൊണ്ടുവരാം. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല കുറച്ച് സ്ഥലമായിരിക്കും. അപ്പോൾ അത് അവിടെ വ്യൂ പോയിന്റ് മാത്രം കാണാനായിട്ട് ഇവിടെ എല്ലാം ഉണ്ട്, കാണാനായി പോകുന്ന വഴിയെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വിഷയങ്ങൾ നോക്കാൻ കഴിയും നമുക്ക്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്ന് കയറി ബസ് ഒതുക്കി. അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും വരാൻ പോകുന്നത് ഗോകുലും നമ്മുടെ വണ്ടി കൊണ്ടുള്ളത് ഒരു ട്രിപ്പുണ്ട്, നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടത്തോട്ടുള്ള ട്രിപ്പ്. അന്നേരം അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്നത് ഇഷ ട്രിപ്പ് ഉണ്ട്. എന്നാൽ ശിവരാത്രി ബേസ് ചെയ്തുകൊണ്ട് ഇഷ ട്രിപ്പ് ഉണ്ട്. അവിടെ മിക്കവാറും എൻ്റെ അറിവിൽ നമ്മൾ ട്രിപ്പിന് പോകാൻ പോകുന്ന വണ്ടികളും അല്ലാതെ കുറേ വണ്ടികളും ഉണ്ട്. എൻ്റെ ഒരു അറിവ് അവിടെ ഇഷയിൽ വരുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ 6 വണ്ടി ട്രിപ്പുണ്ട് പിന്നെ. ഓക്കെ, അതൊക്കെ കാണാൻ വേണ്ടി ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിട്ട് ബൈ ബൈ ഗൈസ്.